നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് AICC നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് ഭയമാണ്. തരൂരിൻ്റെ പിണറായി സ്തുതിയും മോദി സ്തുതിയും കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരുന്നു. നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രകീർത്തിച്ചുകൊണ്ടുള്ള തരൂരിൻ്റെ പ്രസ്താവനയെ എങ്ങനെ ന്യായീകരിക്കണമെന്നറിയാതെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം ബുദ്ധിമുട്ടുകയായിരുന്നു. എന്നാലും തരൂരിനെതിരെ ഒരു ചെറിയ ശാസന പോലും AICC നേതൃത്വത്തിൽ നിന്നും ഉണ്ടായില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്ന് രാഹുൽ ഗാന്ധി കർശന നിർദ്ദേശം നൽകി. തരൂരിനെതിരെ അല്ലെങ്കിൽ ആ തരൂരിനെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്ന ഭയം കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്ന് വച്ചാൽ രാഹുൽ ഗാന്ധിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിനെതിരെ ഒരു നടപടിയും ഒരു ചെറിയ ശാസന പോലും AICCയുടെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി മല്ലികാർജുന ഖാർഗെക്കും മറ്റ് AICC നേതാക്കൾക്കും നൽകിയത്. അതിനൊരു കാരണമുണ്ട്. ശശി തരൂരിനെ പ്രകോപിപ്പിച്ചാൽ, ശശി തരൂരിനെതിരെ നടപടിയെടുത്താൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ തുറന്നാക്രമിക്കും. അദ്ദേഹത്തിൻ്റെ ആക്രമണവും വിമർശനവും അതിൻ്റെ കുന്തമുനയും രാഹുൽ ഗാന്ധിക്ക് നേരെ തിരിച്ചുവിടും. അത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം ശശി തരൂരിനെ പോലെ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു വിശ്വപൗരൻ രാഹുൽ ഗാന്ധിക്ക് നേരെ തുറന്ന ആക്രമണം നടത്തിയാൽ പിന്നെ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അഖിലേന്ത്യാ തലത്തിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും അത് കോൺഗ്രസിന് ചീത്തപ്പേരുണ്ടാക്കും. കാരണം രണ്ട് സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിലും ഡൽഹിയിലും കോൺഗ്രസിന് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണെന്ന് ശശി തരൂർ വിളിച്ചു പറയുമെന്ന ഭയമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനും അവരുമായി അടുത്തു നിൽക്കുന്നവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ശശി തരൂരിനെ പ്രകോപിപ്പിക്കാത്തത്. ശശി തരൂർ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല, BJPയുടെ കയ്യിൽ വലിയൊരു ആയുധമാവുകയും ചെയ്യും. രാഹുൽ ഗാന്ധിയെ ശശി തരൂർ വിമർശിച്ചാൽ പിന്നെ തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. പിന്നെ കോൺഗ്രസിൽ നിന്ന് ശരീരനെ പുറത്താക്കിയാൽ അദ്ദേഹം നേരെ അഖിലേന്ത്യാ തലത്തിൽ BJPയിലേക്ക് ചെല്ലും. അപ്പോൾ BJPയിലേക്ക് ചെല്ലാൻ അദ്ദേഹത്തിന് കാരണമായി. രാഹുൽ ഗാന്ധിയെ ഞാൻ വിമർശിച്ചതുകൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ നടപടികളെ എതിർത്തതുകൊണ്ട് തന്നെ എന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി എന്നുള്ള ഒരു തന്ത്രവുമായിട്ടായിരിക്കും ശശി തരൂർ BJPയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ തരൂരിനെ സ്വീകരിക്കാൻ BJPക്കും വൈമുഖ്യമുണ്ടാകില്ല. ഇത് മനസ്സിലാക്കിയാണ്, തരൂരിൻ്റെ ഈ തന്ത്രം മനസ്സിലാക്കിയാണ് തരൂരിനെതിരെ ഒരു ചെറുവിരൽ പോലും ആരും അനക്കരുതെന്ന് രാഹുൽ ഗാന്ധി കർശന നിർദ്ദേശം നൽകിയത്. കേരളത്തിലെ നേതാക്കളെല്ലാവരും തരൂരിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. കാരണം ഇവിടെ പിണറായി വിജയനെയും അവിടെ നരേന്ദ്രമോദിയെയും വല്ലാതങ്ങ് പ്രകീർത്തിച്ച തരൂർ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ വെട്ടിലാക്കി എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. ആ അഭിപ്രായം അവർ KC വേണുഗോപാൽ വഴി AICC നേതൃത്വത്തെ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയും അറിയിക്കുകയും ചെയ്തു. എന്നാൽ തരൂരിനെതിരെ ആരും ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്നും ഒരു നടപടിയും തരൂരിനെതിരെ എടുക്കരുതെന്നുമാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയത്. അങ്ങനെ എടുത്താൽ തരൂർ തനിക്കെതിരെ തിരിയുമെന്ന ഭയം രാഹുലിന് നന്നായുണ്ട്. തരൂരിനെ ഒരാൾ തനിക്കെതിരെ തിരിഞ്ഞാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ ദോഷം ചെയ്യുമെന്നും അത് BJPയുടെ കയ്യിൽ തനിക്കെതിരെയുള്ള നല്ലൊരു ആയുധമായി മാറുമെന്നും രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. യഥാർത്ഥത്തിൽ ശശി തരൂരിനെ രാഹുൽ ഗാന്ധി പേടിക്കുന്നത് കൊണ്ടാണ് തരൂരിനെതിരെ ഒരു നടപടി പോലും എടുക്കാത്തതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത്.